സുഖദുഃഖങ്ങൾ അന്യോന്യ സംയുക്തമാണ്, വെള്ളവും ചെളിയും പോലെ. അതുകൊണ്ട് വിദ്വാൻമാർ സുഖദുഃഖാദികൾ രണ്ടിലും ഒരേ ധൈര്യത്തോടുകൂടി സ്ഥിരചിത്തരായി കഴിയുന്നു. ലക്ഷ്മണനും ഗുഹനും തമ്മിലുള്ള വർത്തമാനം അവസാനിച്ചപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ശ്രീരാമൻ ആജ്ഞാപിച്ചതനുസരിച്ച് തോണിയുമായി വന്നതിനു ശേഷം ഗുഹൻ പറയുന്നു, സൗമിത്രിയോടും ജനകാത്മജയോടുമൊപ്പം തോണിയിൽ കയറിയാലും സൗഖ്യസുഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം, മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടുമന്യോന്യ സംയുക്തമായവനും ഉണ്ടു ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മന മരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു, തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്നിയം ദ്രോണിക സമാരുഹ്യതാം, സൗമിത്രിണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ, മാനവാ വീര മമ പ്രാണവല്ലഭ.